ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം ഇനി വന്ന് അടുത്തു അല്ലെ. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. കൃത്യമായി പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസവും ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നവും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. ഒരു 70+ മാർക്ക് കിട്ടിയാലേ ഉള്ളൂ നമ്മൾ ലിസ്റ്റിലേക്ക് കയറുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു റിസൾട്ടൊക്കെ വന്നു. ഇപ്പൊ അതിന്റെ അഡ്വൈസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ലിസ്റ്റ് വന്നവരെ അറിയാലോ, 73 മുകളിലുള്ള ആളുകളാണ് വന്നത്. 10 പേരെ ലിസ്റ്റ് കയറിയുള്ളൂ. പക്ഷേ ഇത് ഒരുപാട് വേക്കൻസി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. കട്ട് ഓഫ് എന്തായാലും ആ ലെവലിൽ തന്നെ വരും. നമ്മൾ അതുപോലെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ CCയുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ പഠിക്കുക, അതിന് മാക്സിമം ഫോക്കസ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമാണ് എങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പോകണമെങ്കിൽ, ഇനിയുള്ള ലിമിറ്റഡ് സമയത്തിനുള്ളിൽ കൃത്യമായ പോർഷനുകൾ മുഴുവൻ തീർത്ത് നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ച് വരുന്നുണ്ട്. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഡിഫറെന്റ് ഡിസിഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, അല്ലെങ്കിൽ നമ്മളുടെ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് ഏരിയാസ് പഠിച്ചു പോകാറുണ്ട്. അങ്ങനത്തരത്തിലുള്ള ഒരു ഏരിയ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിലെ ഒരു കോർ ഏരിയ ആണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ഒന്ന് നോക്കി വിട്ടിട്ട് പോകുന്ന ഒരു ഏരിയ ആണ് ക്യാഷ് മാനേജ്മെന്റ്. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കോർ ഏരിയ ആയതുകൊണ്ട്, അല്ലെ ഒരു റെയർ ഏരിയ ആണ്, അല്ലെങ്കിൽ ആരും അങ്ങനെ ഫോക്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇപ്പൊ PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിലബസിൽ ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ, അതായത് അങ്ങനെ ആൾക്കാർ ഫോക്കസ് ചെയ്യാത്ത ഏരിയകൾ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ചെറിയ ഒരു ക്ലാസ് ആയിരിക്കും, വളരെ ചെറിയൊരു ഏരിയ ആണ്. അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഞാൻ പരിചയപ്പെടുത്താം. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് കാണുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാഷ് മാനേജ്മെന്റ് ആണ്. Cash management. It is a proper management and maintenance of cash and cash flow in order to ensure that the availability of enough fund to functions. നമുക്കറിയാം, ഈ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്ന എല്ലാ ഓർഗനൈസേഷനും അല്ലെങ്കിൽ എല്ലാ കമ്പനികളും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ്. അതായത് അവരുടെ ഫങ്ഷൻസിന് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള ഫണ്ടിന്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ക്യാഷ്, നമ്മളുടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്മളുടെ വരവും പ്രോപ്പർ ആയിട്ടുള്ള നമ്മളുടെ ചെലവും നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ ക്യാഷ് മാക്സിമം ചിലവാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ട സമയത്ത് നമ്മുടെ കയ്യിൽ എന്തില്ല, ക്യാഷ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് എന്ത് ചെയ്യും, ക്യാഷിന്റെ കുറവ് വരും. അങ്ങനെയൊക്കെ വരാതെ കൃത്യമായിട്ട് ക്യാഷിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, പ്രോപ്പർ മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എഫിഷ്യന്റ്ലി മാനേജിങ് ദ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോയെ എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് മാനേജ്മെന്റിൽ പറയുന്നത്. ആൻഡ് ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ആണ്. ക്യാഷ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. അത് ആയിട്ട് നോക്കിയേ, ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ക്യാഷ് റിക്വയർമെന്റ്സ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം ക്യാഷ് ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളത് ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാഷ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷന്റെ അകത്ത് വരുന്നതാണ്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ക്യാഷ് ടു മീറ്റ് ദ ഫേംസ് ഒബ്ലിഗേഷൻസ്, അതായത് ഫേമിന്റെ ഒബ്ലിഗേഷൻസ് അനുസരിച്ച്, അല്ലെ ഫേമിന്റെ ആവശ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്യാഷുകൾ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക, മീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്യാഷ് സഫിഷ്യന്റ് ആക്കി വെക്കുക എന്നുള്ളതും ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ സർപ്ലസ് ഫണ്ട്, സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് ഫണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് മേൽ എത്തിക്കുക എന്നുള്ളതും ഏതിന്റെ ഫംഗ്ഷൻ ആണ്, ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ്, അല്ലെ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ എ ഫംഗ്ഷൻ ഓഫ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം, ഓർത്ത് വെച്ചോണം. അടുത്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നും പറയാറുണ്ട്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് operating cycle. Cash conversion cycle is also known as
ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആൻഡ് ഈസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പർച്ചേസ് ഓഫ് ഇൻവെന്ററി ആൻഡ് റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ദി അക്കൗണ്ട് റിസീവബിൾ. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നിടം തൊട്ട് അല്ലെങ്കിൽ ആ ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നിടത്ത് നിന്ന് അതെന്താണ് വിറ്റ് ക്യാഷ് ആക്കി വരുന്നിടം വരെ, വിറ്റ് ക്യാഷ് ആയിട്ട് റിസീവബിൾസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന അക്കൗണ്ട് റിസീവബിൾസ് കിട്ടുന്നിടം വരെ ഉള്ള ആ ഒരു പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങി അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിറ്റ് എന്താണ് നമ്മുടെ വാങ്ങിച്ച ആളിൽ നിന്ന് പൈസ കിട്ടുന്നിടം വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഫേം ക്യാഷ് റിമൈൻ ട്രേഡ് അപ് ടു കറണ്ട് അസറ്റ്. അതായത് എന്താണ് നമ്മൾക്ക് എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കറണ്ട് അസറ്റ് ആയിട്ട് ആ ക്യാഷ് എത്രത്തോളം, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് എ ഫേംസ് ക്യാഷ് റിമൈൻ അപ്പ് ഇൻ എ കറണ്ട് അസറ്റ്. ഒരു കറണ്ട് അസറ്റ് ആയിട്ട് ക്യാഷ് എത്രത്തോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകുന്നുണ്ട് എന്നുള്ളതിനെ ഏതിനകത്ത് വരുന്നുണ്ട് ക്യാഷ് കൺവേർഷൻ സൈക്കിളിൽ വരുന്നുണ്ട്. ഇവിടെ നോക്കുക, ഒരു ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ദെൻ അത് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്ത് അത് പ്രൊഡക്ഷൻ നടത്തി ഗുഡ്സ് ആക്കി മാറ്റി ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറി. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു, സെയിൽ നടത്തി. സെയിൽ നടത്തിയപ്പോൾ അവിടെ ഒരു കൺസ്യൂമർ ക്രെഡിറ്റ് ഉണ്ടായി. ആ ക്രെഡിറ്റ് നമ്മൾ കളക്ട് ചെയ്തു, ക്യാഷ് കളക്ട് ചെയ്ത് ആ ക്യാഷ് വീണ്ടും കയ്യിൽ എത്തുന്നിടം വരെ ഉള്ളതാണ് എന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, അത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയി, അത് വിറ്റ് ആളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നിടം വരെയുള്ള. അപ്പൊ എപ്പോഴും ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കുറഞ്ഞു നിൽക്കുന്നതല്ലേ ഒരു ഫേമിനെ സംബന്ധിച്ചുള്ള നല്ലത്. വളരെ പെട്ടെന്ന് തന്നെ സാധനം ഉൽപ്പാദിപ്പിച്ച് കയ്യിലേക്ക് തിരിച്ച് ആ കാശ് എത്തുന്നതല്ലേ നല്ലത്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇനി മോട്ടീവ് ടു ഹോൾഡ് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള മോട്ടീവ് എന്തൊക്കെയാണ്? ഇതിനകത്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. മോട്ടീവ് ഓർ ഡിസയർ ഓഫ് ഹോൾഡിംഗ് ക്യാഷ് റെഫേഴ്സ് ടു വേരിയസ് പർപ്പസ്. ഒരുപാട് പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്യാഷ് ഹോൾഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കാറുണ്ട്. അപ്പൊ there are 4 ഇമ്പോർട്ടന്റ് മോട്ടീവ്സ് ആണുള്ളത്. പ്രധാനമായിട്ടും ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടീവ്സ് ആണുള്ളത്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. Cash is held to meet the day-to-day expenses and transactions. ഓർത്ത് വെക്കുക, ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന എന്തിനാണ്, മീറ്റ് ദ ഡേ ടു ഡേ എക്സ്പെൻസസ് ആൻഡ് ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസുകളും ട്രാൻസാക്ഷനുകളും മീറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. എൻഷുർ ദാറ്റ് ദ ബിസിനസ് ക്യാൻ കവർ ദ റെഗുലർ ഓപ്പറേഷണൽ കോസ്റ്റ്. അതായത് ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റണം, റെഗുലർ ആയിട്ടുള്ള ഓപ്പറേഷണൽ കോസ്റ്റ് സച്ച് ആസ് ദ ഏതൊക്കെയാണ് നമ്മുടെ വേജസ്, യൂട്ടിലിറ്റീസ്, അതുപോലെ പേയ്മെന്റ് ടു സപ്ലയേഴ്സ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തു കൊണ്ടുപോകാൻ പറ്റാൻ വേണ്ടി ക്യാഷ് എന്ത് ചെയ്യാണ്, ഹോൾഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ മോട്ടീവ്. ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്താണ് പ്രിക്വേഷണറി മോട്ടീവ്. പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഈസ് ഹോൾഡ് ആസ് ദ പ്രിക്വേഷൻ എഗനിസ്റ്റ് ദ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ് ആൻഡ് എമർജൻസീസ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സുകളും എമർജൻസീസും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. പ്രിക്വേഷണറി മോട്ടീവ് ഓർത്ത് വെക്കുക, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റുകളും എമർജൻസീസും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് നോക്കുക, പ്രൊവൈഡ് ദ സേഫ്റ്റി നെറ്റ് ഫോർ ദ അൺസീൻ എക്സ്പെൻസസ്. അൺസീൻ ആയിട്ടുള്ള എക്സ്പെൻസിന് മേലുള്ള ഒരു സേഫ്റ്റി പോലെ, അല്ലെങ്കിൽ എന്താണ് ഒരു സഡൻ ആയിട്ടുള്ള റിപ്പയർ, അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ള മാർക്കറ്റ് ഡൗൺ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരിക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ, അല്ലെ ക്യാഷ് കുറച്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തതാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. പ്രിക്വേഷണറി മോട്ടീവും സ്പെക്യുലേറ്റീവ് മോട്ടീവും കൂടി എപ്പോഴും മാറിപ്പോവും. സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഈസ് ഹോൾഡ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ്. ക്യാഷ് ഈസ് ഹോൾഡ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് അറൈസ്. ഭാവിയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് മാറ്റി വെക്കുന്നതിനെയാണ്. അത് ശരിക്കും നടക്കുമോ നടക്കുകയോ ഒന്നും നമുക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണ്. അതിനെയാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. സച്ച് ഇൻവെസ്റ്റിംഗ് ഇൻ എ പ്രോഫിറ്റബിൾ വെഞ്ചർ, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ ഒരു അസറ്റ്, ഒരു ഫേവറബിൾ ആയിട്ടുള്ള അസറ്റ് പ്രൈസ് കുറയും, അപ്പൊ ആ അസറ്റ് വാങ്ങാനായിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. എനേബിൾ ദ ബിസിനസ് ടു ക്യാപിറ്റലൈസ് ഓൺ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓൺ മേക്ക് ദ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഗെയിൻ ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിനെയാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. അടുത്തതാണ് അടുത്ത ഓർത്ത് വെക്കുക, കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ്. അതായത് കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കേണ്ടത്,
the cash is held to maintain a minimum balance required by the bank. ബാങ്കുകൾ എപ്പോഴും പറയും അവർക്കൊരു മിനിമം ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്ത് വെക്കണം. അതിനെയാണ് എന്താണ് കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് അത് എന്തിനു വേണ്ടിയാണ്? അതായത് ക്യാഷ് ഈസ് ഹെൽഡ് ടു മെയിൻറ്റെയിൻ ദ മിനിമം ബാലൻസ് ആസ് റിക്വയർഡ് ബൈ ദ ബാങ്ക് ഓർ ക്രെഡിറ്റേഴ്സ് ഒബ്റ്റെയിൻ ടു കണ്ടീഷൻ ഫോർ എ ലോൺ ഓർ അതർ ഫിനാൻഷ്യൽ സർവീസ്. അതായത് ബാങ്കുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഒക്കെ നമുക്ക് ലോണും മറ്റ് ഫിനാൻഷ്യൽ സർവീസും ഒക്കെ തരുന്ന സമയത്ത് അവർക്കൊരു ഷുവർട്ടിക്ക് വേണ്ടി അവർ പറയും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മോട്ടീവാണ് ഇതെന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്, ലോക്ക് ബോക്സ് സിസ്റ്റം അറൈസ്ഡ് ഇൻ ബാങ്കിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. വെൽ ആർ ഇതൊരു കളക്ഷൻ സെന്റർ ആണ്. അതായത് കസ്റ്റമേഴ്സ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കളക്ഷൻ സെന്റർ ആയിട്ടാണ് ഈ ലോക്ക് ബോക്സ് സിസ്റ്റം ഉണ്ടാകുന്നത്. അതായത് ഈ ബാങ്കുകളിൽ ഒരു ബോക്സ് വെച്ചിരിക്കും. ആ ബോക്സിലേക്ക് എന്ത് ചെയ്യും, ചെക്കുകളും ഡിപ്പോസിറ്റുകളും ഒക്കെ അവിടെ എന്ത് ചെയ്യും, നിക്ഷേപിക്കും. അവിടെ ബാങ്ക് എന്ത് ചെയ്യും, അത് റെഫർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്കും കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റുകളും എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോക്ക് ബോക്സ് സിസ്റ്റം ആസ് ദ അറേഞ്ച്ഡ് ഇൻ എ ബാങ്ക് വിച്ച് ആർ കളക്ഷൻ സെന്റേഴ്സ്. ദ കസ്റ്റമേഴ്സ് ആർ സപ്പോസ്ഡ് ടു ഡ്രോപ്പ് ദി ചെക്സ് ഇൻടു ദീസ് ബോക്സസ് ആൻഡ് ദ ബാങ്ക് പിക്ക് അപ്പ് ദീസ് ചെക്സ് ആൻഡ് ഡിപ്പോസിറ്റ്സ് ദം ഇൻടു. അതായത് സപ്ലയേഴ്സ് ഒക്കെ കൊണ്ട് അവരുടെ ചെക്ക് എല്ലാം ഈ ബോക്സിനകത്ത് ഇടും. എന്നിട്ട് ബാങ്ക് അത് പിക്ക് ചെയ്തെടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യും ദം ഇൻടു ദ ഫേംസ് ബാങ്ക് അക്കൗണ്ട്, ഫേമിന്റെ ബാങ്ക് അക്കൗണ്ടിൽ. ആൻഡ് സെൻഡ് ദ ഇൻഫർമേഷൻ ഡെയിലി ഫ്രം ദി ഫേമിലേക്ക് എന്നിട്ട് ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ CCയിൽ എന്താണ്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. നമ്പർ നോക്കിയേ, ഈ നമ്പർ മറന്നു പോകരുത്, എഴുതിയെടുത്തേ. നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഈ നമ്പർ എഴുതിയെടുത്തേ. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് ചെയ്യാം, പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല വിദഗ്ധരായിട്ടുള്ള അധ്യാപകരാണ് ഈ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നമ്മളുടെ HSST കൊമേഴ്സിനൊക്കെ ഏറ്റവും ടോപ്പ് റാങ്ക് നേടാനായിട്ട് കുട്ടികളെ സഹായിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലാസ്സുകളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. MCQs ഡിസ്കഷനുകളും PDF നോട്ടുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്താനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ടാണ് CCയുടെ ഈ പുതിയ ബാച്ച് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടനെ തന്നെ വിളിച്ച് എന്ത് ചെയ്യുക, സീറ്റ് ബുക്ക് ചെയ്യുക. വളരെ ഫീസൊക്കെ വളരെ ലിമിറ്റഡ് ആണ്, നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന ഫീസൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് തയ്യാറാകുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ, നമ്മൾ മെനക്കെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഡ്രീം ചെയ്യുന്ന നമ്മളുടെ ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് വരത്തുള്ളൂ. വേക്കൻസീസ് ഒക്കെ ഉണ്ട്. നല്ല റാങ്കിലേക്ക് എത്തണമെങ്കിൽ നല്ല മാർക്ക് വേണം. അതിനുവേണ്ടി നല്ല അധ്യാപകർ പഠിപ്പിക്കണം. നല്ല കൃത്യമായിട്ട് നോളജ് നിങ്ങളിലേക്ക് എത്താൻ പറ്റണം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് വരണം. അതെല്ലാം CCയിൽ അവൈലബിൾ ആണ്. CC അതിനുവേണ്ടി മാത്രം ഒരു പ്രത്യേക ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും സക്സസിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ക്യാഷ് റിക്വയർമെന്റ്സ്, അത് ഫംഗ്ഷൻ ആണ് അല്ലെ. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാഷ്, അത് ഫംഗ്ഷൻ ആണ്. ഇഗ്നോറിംഗ് ദ സർപ്ലസ്, ഇഗ്നോർ ചെയ്യണമെന്നാണോ? അല്ല, സർപ്ലസ് എഫക്റ്റീവ് ആയിട്ടുള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. സോ നോട്ട് എ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ അല്ലേ? പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി അല്ലേ? അപ്പൊ ഒരു കാര്യം പഠിക്കുക, മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്യുക. ദ മോട്ടീവ് ടു ഹോൾഡ് ക്യാഷ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി റോ മെറ്റീരിയൽ പ്രൈസ്. റോ മെറ്റീരിയൽസ് പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്താണ് ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ടു മോട്ടിവേറ്റ് ടു ഹോൾഡ് ക്യാഷ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ടേക്ക് ചെയ്യാണ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ റോ മെറ്റീരിയൽ പ്രൈസ് ഈസ് നോൺ ആസ്, ഏതാ മക്കളെ? ഏതാണ്? പ്രിക്വേഷണറി ആണോ സ്പെക്യുലേറ്റീവ് ആണോ? ഏതാണ്? ഓപ്ഷൻ C അല്ലേ, സ്പെക്യുലേറ്റീവ് അല്ലേ, അഡ്വാൻറ്റേജ് അല്ലേ ഇവിടെ ഗെയിൻ ചെയ്യുന്നത്. അപ്പം എന്താണ്? സ്പെക്യുലേറ്റീവ് മോട്ടീവ് ആണ്. ഈസ് ഡ്രിവൺ ബൈ ആ പൊട്ടൻഷ്യൽ ഫോർ ഫേവറബിൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ഓർത്ത് വെക്കുക. അടുത്ത ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫേം വിത്ത് എ ടൈറ്റ് ക്രെഡിറ്റ് പോളിസി, ടൈറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഉള്ള ഫേം ആണ്. ആൻഡ് വിൽ മെയിൻറ്റെയിൻ ദ ലോ ഡെപ്റ്റർ പൊസിഷൻ. അവിടെ ഡെപ്റ്റർ പൊസിഷനും വളരെ കുറവാണ്. റീസൺ പറഞ്ഞേക്കാണ്, ടൈറ്റ് ക്രെഡിറ്റ് പോളിസി ആണെങ്കിൽ ലീഡ്സ് ടു എഫിഷ്യന്റ് കളക്ഷൻ ആൻഡ് ഫ്യൂവർ ബാഡറ്റ്സ്. എഫിഷ്യന്റ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബാഡറ്റ്സ് കുറവായിരിക്കും. ശരിയല്ലേ? ഏതാ ആൻസർ വരുന്ന? ഓപ്ഷൻ A അല്ലേ?
അതായത് ടൈറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ആണ് എങ്കിൽ അവിടെ മിനിമം ആയിരിക്കും ബാഡ് ഡെറ്റ്സ്, അതുപോലെ റെഡ്യൂസ് ദ നീഡ് ഫോർ ദ ഹയർ ഡെപ്റ്റേഴ്സ്, ഹയർ ഡെപ്റ്റർ പൊസിഷൻ ഒക്കെ കുറവായിരിക്കും. അടുത്ത നോക്കിയേ, 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പർച്ചേസ് ഓഫ് ഇൻവെന്ററി ആൻഡ് റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം അക്കൗണ്ട് റിസീവബിൾ. ശരിയാണല്ലേ? അതായത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നിടം തൊട്ട് എന്താണ് അക്കൗണ്ട് റിസീവബിളിൽ നിന്ന് ക്യാഷ് റിയലൈസ് ചെയ്യുന്നിടം വരെയുള്ള പീരീഡ് ആണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നാണ് പറഞ്ഞത്. ശരിയാണ്. അതുപോലെ എ ഷോർട്ടർ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇൻഡിക്കേറ്റ് ദ എഫിഷ്യന്റ് ക്യാഷ് മാനേജ്മെന്റ്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ചെറുതാണെങ്കിൽ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെന്റ് ഉണ്ടല്ലേ? അതായത് നമ്മൾ എന്താണ് മുടക്കിയ തുക പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെന്റ് അല്ലേ? സോ 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ which of the following measures can be reduce the cash conversion cycle? Cash conversion cycle reduce ചെയ്യാനുള്ള മെഷേഴ്സ് ഏതാണ്? എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് പോളിസി ഓഫ് കസ്റ്റമേഴ്സിന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കൂടുവോ? ഇല്ല. കുറയുവോ? ഇല്ല. കൂടും അല്ലേ? അതായത് വീണ്ടും അവർക്ക് സമയം കിട്ടുമല്ലേ? ആൻഡ് ഇൻക്രീസിംഗ് ദ ഇൻവെന്ററി ടേൺ ഓവർ ആൻഡ് നെഗോഷിയേറ്റിംഗ് ദ ലോങ്ങർ പേയ്മെന്റ് ടേമുകൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു അല്ലെ? അതുപോലെ തന്നെ റെഡ്യൂസിംഗ് ദ അക്കൗണ്ട്സ് റിസീവബിൾ കളക്ഷൻ പീരീഡ്, ഒക്കെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്യുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഒരു കാഷ് കൺവേർഷൻ സൈക്കിൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? വളരെ സിമ്പിൾ അല്ലേ? ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2, 3, 4 ആണ്. ഒന്നാമത്തെ വരികയില്ല. ഒന്നാമത്തെ തെറ്റായിട്ടുള്ളതാണ് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? റെഡ്യൂസ് ദ ഇൻവെന്ററി ടേൺ ഓവർ ടൈം, അതുപോലെ തന്നെ എക്സ്റ്റെൻഡിങ് ദ സപ്ലയേഴ്സ് പേയ്മെന്റ് ടേംസ് ആൻഡ് ഫാസ്റ്റർ അക്കൗണ്ട് റിസീവബിൾസ് കളക്ഷൻ ആർ ദ ഷോർട്ടർ. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഷോർട്ടർ ആക്കാൻ, ചെറുതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തത് നോക്കിയേ, ഇൻ ലോഗ് ബോസ് സിസ്റ്റം വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എ ഫേം? ലോഗ് ബോസ് സിസ്റ്റം ആണെങ്കിൽ ആ ഫേമിന് ഉണ്ടാകുന്ന പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണ്? ലോവർ പ്രോസസിംഗ് കോസ്റ്റ് ആണോ? ഫാസ്റ്റർ കളക്ഷൻ ഓഫ് കസ്റ്റമർ പേയ്മെന്റ് ആണോ? അതോ ഏതാണ്? എൻഹാൻസ് ദ സെക്യൂരിറ്റി ഫോർ ക്യാഷ് ആണോ? അതോ റെഡ്യൂസ് ദ ക്രെഡിറ്റ് സെയിൽ ആണോ? ഏതാണ്? ഫാസ്റ്റർ ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും? ആ ഒരു ചെക്ക് ഒക്കെ കൊണ്ടുപോയി ശരിക്കും എന്താണ് ആ ലോഗ് ബോക്സ് സിസ്റ്റത്തിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് പെട്ടെന്ന് തന്നെ അത് അക്കൗണ്ട്സ് ഡിപ്പോസിറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത് കിട്ടും. അടുത്തത് നോക്കിയേ, a firm cash conversion cycle is 45 days and the number of days in a year 360. What is the cash turnover ratio? ഡിവൈഡ് ചെയ്താൽ പോരെ? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 45 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കൺവേർഷൻ അല്ലെ ക്യാഷ് ടേൺ ഓവർ റേറ്റ് കിട്ടിയല്ലേ? ക്യാഷ് ടേൺ ഓവർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ. സോ 8 എന്ന് ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഏരിയ പഠിക്കാതിരിക്കരുത്. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്തെടുക്കാൻ പറ്റും, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഏരിയ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കുക, മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ ശ്രമമാണ് നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നമ്മളുടെ CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടനെ തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെയുണ്ട്, അതിലും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനിയുള്ള സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ മൊഡ്യൂളും കൃത്യമായിട്ട് പഠിക്കുകയും മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു പോവുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസുകളോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ക്ലാസ് ആയിട്ട് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ എല്ലാ സജഷനുകളും നമ്മൾ മാനിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. കൃത്യമായി പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും? റിസൾട്ട് ഉണ്ടാകും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.